ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റെനൻസിന്റെ മോഡ്യൂൾ 4 പാർട്ട് 1 ആണ്. എന്താണ് ഡാറ്റ? നോൺ ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ ബി റെക്കോർഡഡ് ആൻഡ് ഹാവ് ഇംപ്ലിസിറ്റ് മീനിങ്. എന്താണ് ഡാറ്റ എന്ന് വെച്ചാൽ, ഡാറ്റ എന്ന് വെച്ചാൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നതും, അതായത് നമുക്ക് രേഖപ്പെടുത്താൻ കഴിയുന്നതും അതിനൊരു ഇംപ്ലിസിറ്റ് മീനിങ്, അതായത് വ്യക്തമായിട്ടുള്ള ഒരു അർത്ഥമുള്ളതുമായിട്ടുള്ള ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. അടുത്ത ഡാറ്റാബേസ്, ദ കളക്ഷൻ ഓഫ് ഡാറ്റ. ഡാറ്റയുടെ ശേഖരണത്തിനെയാണ്, ഒരു കളക്ഷനെയാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. A database is an organized collection of data generally stored and accessed electronically from a computer system. അതായത് ഒരു ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഒരു എന്താണ്, കളക്ഷൻ ഓഫ് ഡാറ്റ ആണ്, ഡാറ്റയുടെ ഒരു ശേഖരണമാണ്. ഇത് എന്താണ് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിൽ ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നിട്ട് അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുകയും എന്താണ്, നമുക്ക് ഇലക്ട്രോണിക്കലി അതിനെ ആക്സസ് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ ഡാറ്റാബേസ് സിസ്റ്റം. It supports the storage and manipulation of data. ഇത് എന്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു? ഇതാണെങ്കിൽ ഡാറ്റയെ സൂക്ഷിക്കാനും അതുപോലെ തന്നെ അതിന്റെ ഒരു മാനിപ്പുലേഷന് വേണ്ടിയിട്ടും സപ്പോർട്ട് ചെയ്യുന്നു. In other words, database are used by an organization as a method of storing, managing and retrieving information. ഓർഗനൈസേഷൻ ഒക്കെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻഫർമേഷൻസിനെയൊക്കെ റിട്രൈവ് ചെയ്യാനും ഉപയോഗിക്കുന്നു. റിട്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കാൻ ഡിലീറ്റ് ആയി പോയ സാധനങ്ങളൊക്കെ റിട്രൈവ് ചെയ്തെടുക്കാനും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്താണ്, ഡാറ്റാബേസ്. It is possible to store and organize related data in a database so that it can be managed in an efficient and easier way. അതായത് നമുക്ക് കാര്യക്ഷമമായിട്ട് എളുപ്പമായിട്ടുള്ള രീതിയിൽ എന്താണ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ഡാറ്റാബേസിൽ ഡാറ്റയും ഇൻഫർമേഷൻസും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. അടുത്തായിട്ട് there are two major types of database. രണ്ട് തരത്തിലുള്ള ഡാറ്റ ടൈപ്സ് ഉണ്ട്, റിലേഷണലും നോൺ റിലേഷണലും. റിലേഷണൽ ഡാറ്റാബേസസ് കോമൺ ആയിട്ട് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഡാറ്റാബേസ് ആണ് റിലേഷണൽ ഡാറ്റാബേസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റാബേസിൽ ഒന്നാമത്തത് ഫ്ലാറ്റ് ഡാറ്റാബേസ്, ഫ്ലാറ്റ് ഫയൽ ഡാറ്റാബേസ്. സ്റ്റോർസ് ഡാറ്റ ഇൻ പെർമനന്റ് ഫയൽസ് ദാറ്റ് മോസ്റ്റ്ലി ഇൻ ടെക്സ്റ്റ് ഫോം. ടെക്സ്റ്റ് ഫോമിൽ നമ്മൾ സാധാരണയായിട്ട് ഇന്ന് ഉപയോഗിക്കുന്നതാണ്, കൂടുതലും ഇതെന്താണ്, ടെക്സ്റ്റ് ഫോമിലായിരിക്കും. സ്ഥിരമായിട്ട് ഡാറ്റ, പെർമനന്റ് ആയിട്ട് ഡാറ്റ സൂക്ഷിച്ചു വെക്കുന്ന ഫയൽസ് തന്നെയാണ് ഫ്ലാറ്റ് ഫയൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അടുത്ത ഹൈറാർക്കിക്കൽ ഡാറ്റാബേസ് ആണ്. അറേഞ്ചസ് ഡാറ്റ ഇൻ എ ട്രീ ലൈക്ക് സ്ട്രക്ചർ. ഒരു ട്രീ പോലുള്ള സ്ട്രക്ചർ, ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിലാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഹൈറാർക്കിക്കൽ ഡാറ്റാബേസ്, ട്രീ ലൈക്ക് സ്ട്രക്ചർ ആണ്, അതുകൊണ്ടാണ് ഹൈറാർക്കിക്കൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നെറ്റ്വർക്ക് ഡാറ്റാബേസ് ആണ്. അറേഞ്ചസ് ഡാറ്റ ഇൻ എ നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചർ. ഒരു ശൃംഖല പോലെയാണ്, ഒരു നെറ്റ്വർക്ക് പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്തായിട്ട് റിലേഷണൽ ഡാറ്റാബേസസ് കണ്ടെയ്ൻസ് എ സെറ്റ് ഓഫ് ടേബിൾസ് ഇൻ വിച്ച് ഡാറ്റ ആർ റിലേറ്റഡ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഡാറ്റാസിനെ എന്താണ്, ഒരു ടേബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കും, അതാണ് റിലേഷണൽ ഡാറ്റാബേസ്. അടുത്ത ഒബ്ജക്ട് ഡാറ്റാബേസ്. ഒബ്ജക്ട് ഡാറ്റാബേസ് എന്നാണ് റെപ്രസെന്റ് ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് ഒബ്ജക്ട് ആസ് യൂസ്ഡ് ഇൻ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അതായത് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ഒബ്ജക്ട്സിന്റെ രൂപത്തിലാണ് വിവരങ്ങൾ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റാബേസ്. അടുത്തായിട്ട് കോൺസെപ്റ്റ് ഓഫ് എൻറ്റിറ്റി, ആട്രിബ്യൂട്ട്, ട്യൂപ്പിൾ. അതായിട്ട് ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ പാരാമീറ്റേഴ്സ് ഫോർ വിച്ച് ഡാറ്റ ആർ ടു ബി സ്റ്റോർഡ് ഇൻ എ റിലേഷൻ. Simply stated, the columns of a relation are the attributes which are also referred as fields. For example, pair underscore id, pair underscore name, pair underscore phone and pair underscore address are attributes of parent record. അതായത് ഒരു റിലേഷനിൽ നമുക്ക് സൂക്ഷിക്കേണ്ടത് എങ്ങനെയായിരിക്കും? ഡാറ്റ സൂക്ഷിക്കേണ്ട കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞാല് ഒരു റിലേഷൻ എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു റിലേഷൻസ് എങ്ങനെയായിരിക്കും, റിലേഷൻസിന് തന്നെ നമ്മൾ എന്താണ്
കോളം ഫീൽഡ്സ് എന്നും അറിയപ്പെടുന്നു. ഇതിനെ കോളം ഫീൽഡ്സ് എന്നും അറിയപ്പെടുന്നു. അങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സ് ആണ്. അതായത് കോളംസ് ഓഫ് എ റിലേഷൻ ആർ ആട്രിബ്യൂട്ട്സ് വിച്ച് ഓൾസോ റിഫേർഡ് ആസ് ഫീൽഡ്സ്. അതായത് ഒരു റിലേഷൻസിലെ കോളംസിന്റെ ആട്രിബ്യൂട്ട്സ് നമ്മൾ എന്താണ് ഫീൽഡ്സ് എന്നും പറയപ്പെടുന്നു. അതിനെയാണ് ഈ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു റിലേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പാരന്റ് റെക്കോർഡ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ട്യൂപ്പിൾ. Each row of data in a relation table is called a tuple. In a table with n columns, a tuple is a relationship between the n related values. അതായത് ട്യൂപ്പിൾ എന്ന് വെച്ചാൽ ഒരു റിലേഷനിലെ, അതായത് ഒരു ടേബിളിലെ ഡാറ്റയുടെ ഓരോ റോയും ആണ് എന്തെന്ന് വിളിക്കുന്നത്, ട്യൂപ്പിൾ എന്ന് വിളിക്കുന്നത്. അതായത് n കോളംസ് ഉണ്ടെങ്കിൽ ഒരു ട്യൂപ്പിളില് n കോളംസ് ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ n ട്യൂപ്പിൾസ് ഉള്ള ഒരു ടേബിൾ n കോളംസ് ഉള്ള ഒരു ട്യൂപ്പിളില് അതിന്റെ ട്യൂപ്പിളിന്റെ എന്താണ് n റിലേറ്റഡ് വാല്യൂസും ആയിട്ട് എന്താണ് ട്യൂപ്പിളിന് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അടുത്തിട്ട് എൻറ്റിറ്റി ആണ്. An entity in DBMS is a real-world object, concept, or person that can be distinctly identified and stored in a database. Examples include a student, a car, or a bank account, each of which has its own unique attributes like a name, register number, or account number. Entity എന്ന് പറയുന്നത് എന്താണ്, DBMS-ലെ ഒരു എന്താണ് എൻറ്റിറ്റി? DBMS-ലെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു പേഴ്സണെ എന്താണ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനോ, അതായത് വ്യക്തമായിട്ട് തിരിച്ചറിയപ്പെടാനും ഒക്കെ എന്താണ് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റുഡന്റ്, ഒരു കാറ് അല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. അതെന്താണ്, ഓരോ വ്യക്തിക്കും അവരുടേതായ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട്സ് ഉണ്ടാക്കും. അതായത് എന്താണ് പേര്, രജിസ്ട്രേഷൻ നമ്പർ, അക്കൗണ്ട് നമ്പർ പോലുള്ള അതിൻ്റെതായിട്ടുള്ള എന്താണ് സവിശേഷതകൾ ഉണ്ടായിരിക്കും. അടുത്തായിട്ട് SQL ആണ്. SQL എന്ന് വെച്ചാൽ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. SQL ഈസ് യൂസ്ഡ് ടു സെർച്ച്, സ്റ്റോർ, മോഡിഫൈ റെക്കോർഡ്സ് ഇൻ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ റെക്കോർഡ്സിനെ എന്താണ് തിരയാനും സംഭരിക്കാനും മോഡിഫൈ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് SQL. അടുത്ത സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. SQL ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ക്വറി ലാംഗ്വേജ് യൂസ്ഡ് ടു ആക്സസ് ആൻഡ് മാനിപ്പുലേറ്റ് ഡാറ്റ ഫ്രം ദ ഡാറ്റാബേസ്. അതായത് ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം ലാംഗ്വേജ് ആണ് എന്തോന്ന് SQL. SQL is the most popular query language used by major relational database management systems RDBMS such as MySQL, Oracle, Informix, PostgreSQL, SQL Server, MS Access and Sybase. അതായത് ഈ പറഞ്ഞ എന്താണ് ഒരു റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ പറഞ്ഞ എന്തൊക്കെയാണ് MySQL, Oracle, Informix, PostgreSQL, SQL Server, MS Access, Sybase ഒക്കെ. അടുത്ത SQL is easy to learn as the statements comprise of descriptive English words. അതായത് എന്താണ് നമുക്ക് ഇംഗ്ലീഷ് വാക്കുകൾ അടങ്ങിയിട്ടുണ്ട് ഈ ഒരു SQL. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ലേൺ ചെയ്യാൻ വളരെ ഈസിയാണ്. It is possible to interact with a database using SQL very easily. അതായത് SQL ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ഡാറ്റാബേസിനെ എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റാബേസ് ഉപയോഗിക്കാനും അതുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും സാധിക്കും. It is simply required to specify what is to be retrieved rather than how to retrieve data from the database. അതായത് ഡാറ്റാബേസിൽ നിന്നും ഡാറ്റ എങ്ങനെ റിട്രൈവ് ചെയ്യണം എന്നതിനേക്കാൾ എന്താണ് റിട്രൈവ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്, സ്പെസിഫൈ ചെയ്യേണ്ടതുണ്ട്. SQL provides statements for defining the structure of data, manipulating data in the database, declaring constraints, and retrieving data from the database in various ways depending on requirement. അതായത് ഡാറ്റയുടെ ആ ഒരു സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുന്നതിനും ഡാറ്റാബേസിലെ ഡാറ്റ നമുക്ക് എന്തിനാണ് കൈകാര്യം ചെയ്യുന്നതിനും അതിന്റെ നിയന്ത്രണങ്ങൾ
നിയന്ത്രണങ്ങൾക്ക് എന്താണ് കുറച്ച് നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ആ നിയന്ത്രണങ്ങളൊക്കെ ഡിക്ലെയർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ എന്താണ് അതിന്റെ ആവശ്യകത അനുസരിച്ച് എന്താണ് നമുക്ക് ഡാറ്റാബേസിൽ നിന്നും ഡാറ്റ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് SQL എന്താണ് ചില സ്റ്റേറ്റ്മെന്റ്സ് നൽകുന്നു. അപ്പം ആ സ്റ്റേറ്റ്മെന്റ്സ് അനുസരിച്ച് ചില നിയന്ത്രണങ്ങളും വച്ചിട്ട് സ്റ്റേറ്റ്മെന്റ്സിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് കുറച്ച് എന്താണ് കുറച്ച് കൺസ്ട്രെയിൻസ് ഒക്കെ വച്ചിട്ടാണ് എന്താണ് ഈ ഒരു SQL സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫീച്ചേഴ്സ് ഓഫ് SQL ആണ്. SQLന്റെ സവിശേഷതകൾ എന്തൊക്കെയെന്നാണ്. SQL ഈസ് നോട്ട് കേസ് ഇൻസെൻസിറ്റീവ്, അതായത് കേസ് സെൻസിറ്റീവ് അല്ല. ഫോർ എക്സാമ്പിൾ, ദ കോളം നെയിംസ് സാലറി ആൻഡ് സാലറി ആർ ദ സെയിം ഫോർ SQL. അതായത് നമ്മൾ കോളം നെയിംസ് സാലറി എന്ന് എഴുതിയാലും സ്മോൾ സാലറി എന്ന് എഴുതിയാലും ക്യാപിറ്റൽ സാലറി എന്ന് എഴുതിയാലും അതിന്റെ രണ്ടിന്റെയും പേര് സെയിം തന്നെയാണ്. SQL സ്റ്റേറ്റ്മെന്റ്സ് ടെർമിനേറ്റ്സ് വിത്ത് എ സെമി കോളൻ. അതായത് SQL സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് സെമി കോളനിലാണ് അവസാനിക്കുന്നത്. ഇൻ മൾട്ടി ലൈൻ SQL സ്റ്റേറ്റ്മെന്റ്സ് ദ ഈസ് not required after the first line. Just press the enter key to continue on the next line. The prompt MySQL then changes to indicates the statement is continued to next line. Only at the end of SQL statement put 10 press enter. അതായത് SQL സ്റ്റേറ്റ്മെന്റിന്റെ എന്താണ് അവസാനം സെമി കോളനിലാണ് അവസാനിക്കുന്നത്. അതുപോലെ തന്നെ മൾട്ടി ലൈൻ SQL സ്റ്റേറ്റ്മെന്റുകളിൽ ആദ്യത്തെ ലൈനിന് ശേഷം ഒരു സെമി കോളൻ ആവശ്യമില്ല. അതായത് നെക്സ്റ്റ് ലൈൻ തുടരാൻ വേണ്ടിയിട്ട് എൻ്റർ കീ അമർത്തേണ്ടതുണ്ട്. MySQL എന്ന പ്രോംപ്റ്റ് എന്താണ് ഒരു ഇതായിട്ട് മാറുന്നു, ഒരു ആരോ ഓപ്പറേറ്റർ ആയിട്ട് മാറുന്നു. ഇത് ആ സ്റ്റേറ്റ്മെന്റ് അടുത്ത വരിയിൽ തുടരണമെന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ SQL സ്റ്റേറ്റ്മെന്റ് അവസാനം മാത്രമേ എൻ്റർ അമർത്താൻ പറ്റുള്ളൂ. അടുത്ത ഡാറ്റ ടൈപ്സ് ഇൻ SQL ആണ്. ആദ്യത്തേത് കെയർ ഓഫ് n, സ്പെസിഫൈ ക്യാരക്ടർ ടൈപ്പ് ഡാറ്റ ഓഫ് ലെങ്ത് n where n could be any value from 0 to 255. അതായത് ക്യാരക്ടർ ടൈപ്പ് n ലെങ്ത് ഉള്ള ഒരു ക്യാരക്ടർ ടൈപ്പ് ആണ്. ഇതിൽ n എന്താണ്, n-ന്റെ വാല്യൂ 0 മുതൽ 255 വരെ ആയിരിക്കും. ക്യാരീസ് ഓഫ് ഫിക്സ്ഡ് ലെങ്ത്, കെയർ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ലെങ്ത് ആണ്. means declaring care of 10 impels to reserve spaces for 10 characters. care of 10 എന്ന് പറഞ്ഞാൽ 10 characters അതിൽ ഉൾക്കൊള്ളും. if data does not have 10 characters, അതായത് 10 ക്യാരക്ടർ ആ ഡാറ്റയ്ക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഫോർ എക്സാമ്പിൾ സിറ്റി ഹാസ് 4 characters. സിറ്റി എന്ന് പറയുന്നത് 4 characters ഉണ്ട്. MySQL fills the remaining 6 characters with space padded on the right. അതായത് റിമൈനിങ് ആയിട്ടുള്ളത് സ്പേസ് പാഡ് ആയിട്ട് പോകും. അടുത്ത് varchar ആണ്. varchar of n, specify character type data of length n where n could be any value from 0 to 65 535. ഇത്രയും ഒരു ലെങ്തിന് ഇടയ്ക്കുള്ള വാല്യൂ ആയിരിക്കും n-ന്. ബട്ട് ലൈന് care varchar is a variable length data type. വേരിയബിൾ ലെങ്ത് ഡാറ്റ ടൈപ്പ് ആണ് ക്യാറും varchar ഒക്കെ. That is, declaring varchar of 30 means a maximum number of 30 characters can be stored. അതായത് varchar of 30 എന്ന് പറഞ്ഞാൽ മാക്സിമം 30 characters അതിൽ സ്റ്റോർ ചെയ്യാം. But the actual allocated bytes will depend on the length of entering string. ബാക്കി എന്താണ് നമ്മൾ എൻ്റർ ചെയ്യുന്ന ആ ഒരു സ്ട്രിങ്ങിന്റെ ലെങ്തിന് അനുസരിച്ചിരിക്കും. സോ സിറ്റി ഇൻ varchar of 30 will occupy the space needed to store 4 characters ഉള്ളു. അതായത് സിറ്റി മാത്രമാണ് എൻ്റർ ചെയ്യണമെങ്കിൽ അതെന്താണ് 4 ക്യാരക്ടേഴ്സിനുള്ള സ്പേസ് മാത്രം നമുക്ക് മതി. അടുത്ത ഇൻ സ്പെസിഫൈസ് ആൻഡ് ഇന്റീജർ വാല്യൂ. ഇന്റ് എന്ന് പറയുന്നത് ഒരു ഇന്റീജർ വാല്യൂ ആണ്. ഈച്ച് ന്റെ വാല്യൂ ഓക്യുപ്പൈസ് 4 bytes ഓഫ് സ്റ്റോറേജ്. 4 bytes ഓഫ് സ്റ്റോറേജ് ആണ്. ദ റേഞ്ച് ഓഫ് വാല്യൂസ് അലൗഡ് ഇൻ ഇന്റീജർ ടൈപ്പ് ആർ. ഈ ഒരു റേഞ്ച് ഓഫ് വാല്യൂവിന് ഇടയ്ക്കാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു എന്താണ് ആ ഒരു റേഞ്ചിലായിരിക്കും കണ്ടോ, ഈ ഒരു വാല്യൂ നോക്കി വയ്ക്കുക. ഈ ഒരു വാല്യൂ റേഞ്ചിന് ഇടയ്ക്കായിരിക്കും. ഫോർ വാല്യൂസ് ലാർജർ ദാൻ ദാറ്റ് വി ഹാവ് യൂസ്ഡ് ബിഗ്നീറ്റ് വിച്ച് ഓക്യുപ്പൈസ് 8 bytes. അതായത് ഈ ഒരു വാല്യൂ റേഞ്ചിനേക്കാളും കൂടുതലാണെങ്കിൽ എന്താണ് നമ്മൾ ബിഗ് ഇന്റ് യൂസ് ചെയ്യാം.
അടുത്തിട്ട് ഫ്ലോട്ട് ആണ്. ഫ്ലോട്ട് ഹോൾസ് നമ്പേഴ്സ് വിത്ത് ഡെസിമൽ പോയിന്റ്സ്. ഡെസിമൽ പോയിന്റ് നമ്പേഴ്സോട് കൂടി നമ്മൾ ഹോൾഡ് ചെയ്യുന്നതാണ് ഫ്ലോട്ട്. ഈച്ച് ഫ്ലോട്ട് വാല്യൂ ഓക്കുപൈസ് 4 ബൈറ്റ്സ്. ഓരോ ഫ്ലോട്ടിന് എന്താണ് 4 ബൈറ്റ്സ് വീതമുണ്ട്. അടുത്ത് ഡേറ്റ്. ദ ഡേറ്റ് ഈസ് used for dates in year, month, date format. Year is 4-digit year, month is 2 digits, date is 2 digits. അത് ഈ ഒരു റേഞ്ചിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാല്യൂ റേഞ്ചിലായിരിക്കും എന്താണ് ഈ ഒരു ഡാറ്റ എന്ന് പറയുന്ന സംഭവം സപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് ഈ ഒരു റേഞ്ചിലായിരിക്കും, ഈ ഒരു വാല്യൂ റേഞ്ചിലായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത് SQLന്റെ എന്താണ് ടൈപ്സ് ആണ്. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് വെച്ചാൽ DDL, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്ന് വെച്ചാൽ DML, ഡാറ്റ ക്വറി ലാംഗ്വേജ് എന്ന് വെച്ചാൽ DQL, ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ് എന്ന് വെച്ചാൽ TCL, ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് എന്ന് വെച്ചാൽ DCL. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആഫ്റ്റർ ക്രിയേറ്റിംഗ് ഡാറ്റാബേസ് സ്കൂൾ റെക്കോർഡ്, ഇറ്റ് ഈസ് റിക്വയർഡ് ടു define relations, creates database. In each relation specify attribute column for each attribute with the required data type. The syntax for creating statement as below. അതായത് നമുക്ക് സിലബസിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ് എടുക്കാം. അതായത് സിൻടാക്സ് എന്ന് വെച്ചാൽ ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം, ക്രിയേറ്റ് ടേബിൾ നെയിം, ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം, column name 1 data type constraint, column name 2 data type constraint, column name n data type constraint. അതായത് നമുക്ക് let us understand how to choose attribute and names their respective data types. അതായത് നമുക്ക് ആട്രിബ്യൂട്ട്സിനെയും നെയിംസിനൊക്കെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം ഫസ്റ്റ് ഐഡന്റിഫൈ data types of attributes in a table student record along with their constraint. അതായത് ഇപ്പോൾ സ്റ്റുഡന്റ് റെക്കോർഡ് എന്നൊരു ടേബിളിൽ നിന്നാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിൽ ആട്രിബ്യൂട്ട്സും ഡാറ്റയും ഒക്കെ നമ്മൾ എന്താ ചെയ്യണം, നമ്മൾ തിരിച്ചറിയണം. ആദ്യം സ്കൂളിന്റെ കേസ്, സ്റ്റുഡന്റിന്റെ കേസ് വരുമ്പോഴത്തേക്കും എന്താണ് നമ്മൾ അസ്യൂം ചെയ്യുക, there are total 100 numbers, 100 students in a class and values of roll number are in a sequence from 1 to 100. അതായത് എന്താണ് നമുക്കൊരു ക്ലാസ്സിൽ ആകെ 100 വിദ്യാർത്ഥികളുണ്ടെന്നും അവരുടെ റോൾ നമ്പർ എങ്ങനെയാണ്, അവരുടെ റോൾ നമ്പർ 1 മുതൽ 100 വരെ എന്നൊരു സീക്വൻസിലാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. Since the data values of attribute stu underscore roll number is stored in digits, the data type integer int is appropriate for this attribute. In the same way, total number of characters in student's first name and last name can be up to 20 characters. അതായത് എന്താണ് നമുക്ക് ഡാറ്റ എന്താണ്, ഡാറ്റയെ നമുക്ക് ഇൻറ്റീജേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ ആട്രിബ്യൂട്ട് STU എന്ന റോൾ നമ്പറിൽ STU എന്ന റോൾ നമ്പറിൽ STU അണ്ടർസ്കോർ റോൾ നമ്പർ എന്ന ആട്രിബ്യൂട്ട് നമുക്ക് എന്താണ് ഡാറ്റയെ അക്കങ്ങളായിട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഡാറ്റയെ നമുക്ക് INT ആയിട്ടും, INT എന്ന് വെച്ചാൽ എന്താണ് ഇൻറ്റീജർ ടൈപ്പിലുള്ള ഡാറ്റ ടൈപ്പാണ്. അതായത് ഈ ആട്രിബ്യൂട്ട്സ് എന്താണ്, ഈ ആട്രിബ്യൂട്ട്സ് നമുക്ക് അനുയോജ്യമായിട്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് വിദ്യാർത്ഥികളെ സ്റ്റുഡൻസിന്റെ മൊത്തത്തിലുള്ളതിനെ ടോട്ടൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിന് എങ്ങനെയാണ് ടോട്ടൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിന് ഇത് മാക്സിമം അപ് ടു 20 ക്യാരക്ടേഴ്സ് വരെ ആക്കാം. അതുപോലെ തന്നെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് എന്താണ് ക്യാരക്ടേഴ്സിന്റെ നമ്പർ വേരി ചെയ്യും, അതായത് വ്യത്യാസപ്പെടാം. അതായത് നമുക്ക് അതിന്റെ ക്യാരക്ടേഴ്സിന്റെ എണ്ണം വ്യത്യാസപ്പെടാം. അതുപോലെ തന്നെ ഈ ഒരു കോളംസിൽ varchar എന്ന ആ ഒരു ഡാറ്റയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് 50 ക്യാരക്ടേഴ്സ് വരെ ഉള്ളത് എന്താണ് 50 ക്യാരക്ടേഴ്സ് വരെ ഉള്ളത് ഇതിന്റെ സ്റ്റുഡൻസിന്റെ അഡ്രസ്സിന് നമുക്ക് ഉപയോഗിക്കാം. 50 വരെയുള്ള ക്യാരക്ടേഴ്സ് എന്തിനാണ് ആ ഒരു അഡ്രസ്സിന്, സ്റ്റുഡന്റ് അഡ്രസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ അടുത്തെന്താണ് നമുക്ക് എന്താണ് നമുക്ക് ഏത് തരത്തിലുള്ള ഡാറ്റ നമുക്ക്
ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ഡാറ്റ അതായത് ജനന തീയതി അങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സിന് ഡാറ്റ എന്ന ആ ഒരു ഡാറ്റ ടൈപ്പ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ പാരൻറ്റിൻ്റെ ഐ ഡി വേണം. അപ്പോൾ പാരൻറ്റിൻ്റെ ഐ ഡി സ്റ്റുഡൻസിൻ്റെ പാരൻസിൻ്റെ ഐ ഡിക്ക് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ആധാർ നമ്പറാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് 12 അക്ക ഡിജിറ്റ് ആണ്. അതായത് 12 ഡിജിറ്റ് ആണ്. ഒരു ആധാർ കാർഡിന് എത്ര ഡിജിറ്റ്? 12 ഡിജിറ്റ് നമ്പറാണ്. അപ്പം അത് ആ ഒരു ആധാർ കാർഡിൻ്റെ എന്താണ് ഫിക്സഡ് ആയിട്ടുള്ള ലെങ്ത് ആണ്. അപ്പം നമുക്ക് എന്താണ് ആ ഒരു ആധാർ കാർഡിൻ്റെ ഫിക്സഡ് ആയിട്ടുള്ള ലെങ്ത് ആയതുകൊണ്ട് നമുക്ക് വേറെ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും അവിടെ നടത്തേണ്ടതില്ല. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ആ ഒരു ഡാറ്റ ടൈപ്പായിട്ട് എന്താണ് 12 ക്യാരക്ടേഴ്സും നമുക്ക് ഈ ഒരു പാരന്റിന്റെ ഐ ഡിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെയാണ് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ആക്കുന്നത്. Constraints ആണ്. Constraints are the certain types of restrictions on data values that an attribute can have. അതായത് നമുക്ക് എന്താണ് ഒരു ആട്രിബ്യൂട്ടിൽ ഉണ്ടായിരിക്കുന്ന ഡാറ്റാസ് എന്താണ് ഡാറ്റ വാല്യൂസിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഉള്ള ഡാറ്റ ടൈപ്സിനാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന SQL കൺസ്ട്രെയിൻസ് അടുത്തൊരു ടേബിളിൽ പറയുന്നുണ്ട്. They are used ensures correctness of data. ഡാറ്റയിലെ കറക്റ്റ്നെസ്സിനെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് എന്താണ് ഇത് ആട്രിബ്യൂട്ടിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. കോമൺ ആയിട്ട് SQL ഉപയോഗിക്കുന്ന കൺസ്ട്രെയിൻസ് എന്ന് വെച്ചാൽ നോട്ട് നൾ ensures that a column cannot have null values where null means missing, unknown, not applicable value. അതായത് ഒരു കോളത്തിന് നൾ മൂല്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. അതായത് ഇവിടെ നൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിട്ടുപോയതോ അല്ലെങ്കിൽ കാണാനില്ലാത്തതോ മിസ്സിംഗ് ആയിട്ടുള്ളതോ അൺനോൺ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ബാധകമല്ലാത്ത നോട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള വാല്യൂസ് ഒക്കെയാണ് നൾ എന്ന രീതിയിൽ വരുന്നത്. അടുത്ത് യുണീക്ക് എന്ന് വെച്ചാൽ ensures that all the values in a column are distinct or unique. അതായത് ഒരു കോളത്തിലെ എല്ലാ എന്താണ് വാല്യൂസും എങ്ങനെയായിരിക്കും? ഇതായിരിക്കും എന്താണ് ഡിസ്റ്റിങ്ക്റ്റോ യുണീക്കോ ആയിരിക്കും. അടുത്ത ഡിഫാൾട്ട് എന്ന് വെച്ചാൽ ഡിഫാൾട്ട് വാല്യൂ സ്പെസിഫൈഡ് ഫോർ ദ കോളം ഇഫ് നോ വാല്യൂസ് പ്രൊവൈഡഡ്. അതായത് വാല്യൂസ് ഒന്നും നൽകിയിട്ടില്ലെങ്കിൽ ഇതിന് വ്യക്തമായിട്ടൊരു ഡിഫാൾട്ട് മൂല്യം പ്രൊവൈഡ് ചെയ്യും. അടുത്തായിട്ട് പ്രൈമറി കീ ആണ്. പ്രൈമറി കീ എന്ന് വെച്ചാൽ ദ കോളം വിച്ച് ക്യാൻ യുണീക്ലി ഐഡന്റിഫൈ ഈച്ച് റോ റെക്കോർഡ് ഇൻ എ ടേബിൾ. അതായത് ഒരു കോളത്തിൽ ഓരോ വരിയും അല്ലെങ്കിൽ ഓരോ റെക്കോർഡും യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അടുത്ത ഫോറിൻ കീ എന്ന് വെച്ചാൽ ദ കോളം വിച്ച് റെഫേഴ്സ് ടു വാല്യൂ ഓഫ് ആൻ ആട്രിബ്യൂട്ട് ഡിഫൈൻഡ് ആസ് പ്രൈമറി കീ ഇൻ അനദർ ടേബിൾ. അതായത് ഒരു ടേബിളിലെ കീയെ മറ്റൊരു ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ആയിട്ട് എന്താണ് റെഫർ ചെയ്യും. അത്രയാണ് ഫസ്റ്റ് മോഡ്യൂൾ 4 പാർട്ട് 1. അപ്പൊ നമ്മൾ ഇതുവരെ എത്ര മോഡ്യൂൾ കംപ്ലീറ്റ് ആക്കി? നമ്മളാണെങ്കിൽ ഫസ്റ്റ് മോഡ്യൂൾ ആയിട്ടുണ്ട്, അതിലൊരു ടോപ്പിക് ഉണ്ട്. സെക്കൻഡ് മോഡ്യൂൾ അതിലൊരു ടോപ്പിക് ഉണ്ട്. തേർഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ആയിരുന്നു. അതിന്റെ ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതിലിപ്പോ ഫോർത്ത് മോഡ്യൂളിൽ ഫസ്റ്റ് ഒരു പാർട്ട് ആയിട്ടുണ്ട്. തേർഡ് മോഡ്യൂളിലും ഫസ്റ്റ് ഒരു പാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.